വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. പിന്നെ ഇന്ന് നമ്മൾ എന്ത് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് അറിയാമോ? മീഷോ ഹോളാണ്. അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തി വെച്ചേക്കാം. എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണണ്ടേ, അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് അമർത്തി വെച്ചേക്കട്ടാ. പിന്നെ അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പ്രോഡക്റ്റ്സ് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ, കാരണം ഞാൻ തന്നെ ഓർഡർ ചെയ്തതാണ് എന്താണെന്ന് അറിയാം. പക്ഷേ എങ്ങനെയുണ്ട്, ക്വാളിറ്റി നല്ലതാണോ, ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെയാണോ വന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരിത്. പിന്നെ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ചെറിയ തന്നെ നമുക്ക് നോക്കാം. ഇത് എന്താ സാധനം? രണ്ടെണ്ണം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവുക. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഒന്ന് എനിക്കും ഒന്ന് വേറൊരാൾക്കും കൂടെ അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുള്ളിൽ നിന്ന് കിട്ടാൻ കുറച്ചൊരു ഇതൊരു സിലിക്കോണാണ്. സിലിക്കോൺ ശരിയല്ല, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഒരു ഷീറ്റ് പോലൊക്കെ തോന്നുന്നുണ്ടല്ലേ. കാണിച്ചു തരാം. ചിലവർക്കെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതൊന്ന് വലിച്ച് പറിച്ചല്ല, ഒന്ന് ജസ്റ്റ് അതൊന്ന് അങ്ങനെ ഒട്ടിയിരിക്കുക. ഇത് എന്നിട്ടൊന്ന് നിവർത്തിയിട്ട് ഞാനത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഇതെന്തത്? അവസാനം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തില്ലേ, ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതിൽ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇതാവുമ്പോൾ കൗണ്ടർ ടോപ്പിൽ ഒട്ടിയിരിക്കും. ഇത് ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കേട്ടോ. നമ്മൾ അങ്ങോട്ട് കൂടെ ഒന്ന് ഇതാക്കുമ്പോൾ തന്നെ അത് ഒട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ ഒന്ന് അങ്ങനെ പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 127 രൂപക്കാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഞാൻ റിവ്യൂ ഇടാം കേട്ടോ. ഞാൻ ഷോർട്സ് ആയിട്ട് റിവ്യൂ ഇടാം, വേണ്ടവർക്ക് വാങ്ങിക്കാം. ഇത് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. അത് ഞാനിത് പൊട്ടിക്കട്ടെ കേട്ടോ. ഇത് വീണ്ടും ഒരു നീല അല്ലേ? ഇതെന്താ നീലമയമാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് വേറൊരു സാധനമാണ്. ഇതും ഒരു ഷീറ്റ് പോലെ തോന്നുന്നുണ്ടല്ലേ നിങ്ങൾക്ക്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡിലിരുന്ന ഷീറ്റാണ്, ബെഡ് കവറാണിത്. എനിക്ക് ഇപ്പോൾ ചെറിയൊരു ബേബി ഉള്ളതുകൊണ്ട്, നമ്മുടെ ബേബി ഉള്ളതുകൊണ്ട് ബെഡൊന്ന് സേഫായി ഒന്ന് വെക്കാം എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടപ്പോൾ ഓർഡർ ആക്കിയതാണ്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് കണ്ടിട്ട് വലിയൊരു ഞാൻ അതിൽ കണ്ട ഒരു ഇത് എനിക്ക് തോന്നിയില്ല. ബെഡിലിങ്ങനെ വിരിച്ചിട്ട്, നമ്മുടെ ബെഡ്ഷീറ്റ് പോലെ വിരിച്ചിട്ട് ഇതിങ്ങനെ ബെഡിലോട്ട് ഇങ്ങനെ അടിയിലോട്ട് ആക്കി വെക്കാനുള്ള ആ ഒരു ഇലാസ്റ്റിക് ലേസൊക്കെ ഉണ്ട് ഇതിന്. അത് എത്രത്തോളം ഇത് നമുക്ക് വെള്ളം അല്ലെങ്കിൽ യൂറിനൊക്കെ ആവാണ്ട് ബെഡ് സേഫായിട്ട് ഇരിക്കും എന്നുള്ളത് നമുക്ക് നോക്കണം. എന്തായാലും വിരിച്ച് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അത്ര റേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. എത്രയോ 100 സംതിങ് അങ്ങോട്ട് ഉള്ളു. അപ്പം അത്രയ്ക്ക് തന്നെ അല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ ക്വാളിറ്റി. അത് വേറെ കാര്യം. അത് കോട്ടുണ്ടല്ലോ, അതിന് ഇടാൻ പറ്റുന്നൊരു ഷീറ്റാണ് കേട്ടോ ഇത്. ഇനി മൂന്നാമത്തെ പ്രോഡക്റ്റാണ്. ഇങ്ങനെ കത്രിക വെച്ചിട്ട് അല്ലെങ്കിൽ സിസേഴ്സ് വെച്ചിട്ട് പൊട്ടിക്കാനേക്കാളും നല്ല ദിവസം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ച് പറിച്ച് പൊട്ടിക്കാൻ നല്ല രസം. അപ്പം ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷെ ഇവിടെ കിട്ടുന്നില്ല പറിച്ചിട്ട്. അപ്പം നമുക്ക് വീണ്ടും കത്രിക യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ തന്നെ മൂന്നാമത്തെ പ്രോഡക്റ്റ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇതെന്താണ് സംഭവം? അതൊരു സിപ്ലോക്ക് കവറാണ് കേട്ടോ. അതെന്തായാലും നന്നായി എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവും ഈ സിപ്ലോക്ക് കവറാകുമ്പോൾ. ബാഗാണ് കേട്ടോ. ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ്. നമ്മൾ സാധനങ്ങൾ 2 ദിവസമൊക്കെ നമുക്ക് സാധനങ്ങൾ ഡ്രസ്സൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ബാഗാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റിവ്യൂ എനിക്കിപ്പോൾ തന്നെ പറയാൻ പറ്റും, കാരണം ഇതെൻ്റെ സിസ്റ്റർ ഇങ്ങനത്തെ ബാഗ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് കേട്ടോ ഞാനും ഓർഡർ ചെയ്തിട്ട്. ഇതൊരു 2-3 കമ്പാർട്ട്മെൻറ്റ്സ് ആട്ടോ. മെയിൻ ഇതാണ്. ഒരു വലിയൊരു സിബുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു
ചെറിയൊരു ഇൻസൈഡ് ആയിട്ട് ഉള്ളിലായിട്ട് ഒരു ചെറിയ സിപ്പും കൂടെ വരുന്നുണ്ട്. ഇവിടെ കേട്ടോ, ഉള്ളിലായിട്ട് ചെറിയൊരു സിപ്പും കൂടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഈ വലിയൊരു കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ളത്. കേട്ടോ, വലിയ സിപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ഇതാ ഇവിടെ ഒരു സിപ്പും കൂടെ ഉണ്ട്, ചെറിയൊരു സിപ്പും കൂടെ ഉണ്ട്. പിന്നെ ഈ ബാഗിന് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് കേട്ടോ, ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇതിന്. എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നില്ലേ ഒരു സിപ്പ്, ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് കാണുന്നില്ലേ, അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോൾ ഇതാ ഇവിടെയും ഒരു സിബ് കാണുന്നുണ്ടല്ലോ, ഇതാ ഇവിടെയും ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ സ്പേസ് ആക്കാൻ വേണ്ടി പറ്റും. സ്പേസ് ആക്കാൻ എന്താ ഇവിടെ ഒരു ബാക്കിൽ അടിയിലായിട്ടൊരു സിബും കൂടി ഉണ്ട്. അതിങ്ങനെ നമ്മൾ തുറന്നു വെച്ചാൽ ഇതൊന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ ഇതൊന്നും കൂടി ഇങ്ങനെ വരും, നീണ്ട്, അതായത് കുറച്ചും കൂടി നമുക്ക് സ്പേസ് കിട്ടി, കുറച്ചും കൂടി വലിയ ബാഗായിട്ട് മാറിയത് വേണ്ട. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇതിൻ്റെ ഒരു ഇത് കണ്ടു നോക്കി നോക്കുക നിങ്ങൾ, അത്യാവശ്യം നമുക്ക് സാധനങ്ങൾ ഇതിൽ കൊണ്ടുപോകാം, ക്യാരി ചെയ്യാൻ പറ്റും. 2 ദിവസത്തേക്കുള്ളൊക്കെ സാധനങ്ങൾ നമുക്ക് ഇതിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ബാഗാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഞാനപ്പോൾ അടിയിലുള്ള സിബ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിയിലുള്ള സിബ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതാ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ബാഗ് വരുന്നത്. ഇനി ഈ ഫ്രണ്ടിൽ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ, ഇനി ഈ ബാഗിനെ നമ്മൾ ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് സ്മോൾ സൈസ് ആയാൽ നമുക്കിങ്ങനെ സിബ് ഇവിടെ ഉണ്ടല്ലോ, സിബ് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. എൻ്റെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എംബ്ലം ഉണ്ടല്ലോ, അതേ തന്നെ ഇതും പുറത്തോട്ടും വരും. പിന്നെ ബാക്കിലോട്ടാണെങ്കിൽ നമുക്കൊരു സിബും കൂടെ വരും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവാണ്, നമുക്ക് ഇനി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കഴുകാനൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ കഴുകാനൊക്കെ ആയിട്ട് ഉണ്ടാകുമല്ലോ ഡ്രസ്സുകളൊക്കെ അവിടെ ഇട്ട് കഴിഞ്ഞാലുള്ള. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ വേറെ എക്സ്ട്രാ ഒരു കവറിലോ ബാഗിലോ വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ബാഗാകുമ്പോൾ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത് നമുക്ക് ആ ബാഗിൽ വെക്കാൻ അധികം സ്പേസ് വേണ്ട, കൊണ്ടുപോകാനൊക്കെ നല്ലതായിരിക്കും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് എടുത്താൽ പിന്നെ സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊരു വലിയൊരു ബാഗായിട്ട് നമുക്ക് മാറ്റുകയും ചെയ്യാം. 3 കാര്യങ്ങളുണ്ടല്ലേ ഇങ്ങനത്തെ ഒരു ബാഗ് മേടിച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബാഗാണ്. എനിക്കിത് നല്ല ഇഷ്ടമായ ഒരു ബാഗാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പം തന്നെ റിവ്യൂ പറയുകയാണെന്ന്. ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 300-ൻ്റെ ഉള്ളിലാണ് കേട്ടോ. 200-ൻ്റെ ഉള്ളിലുള്ളൂ ഈ ബാഗിൻ്റെ റേറ്റ്. അപ്പോൾ വളരെ റീസണബിൾ ആയിട്ടുള്ള എന്നാൽ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നമുക്ക് ഉറപ്പായി വാങ്ങിക്കുക, ഒരു പ്രശ്നവുമില്ല. നല്ല ബാഗാണിത്. നമുക്ക് കുറച്ചൊക്കെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോളൂ കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാം ക്യാഷിന് വർത്തായിട്ടുള്ള സാധനങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഹോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ ഹോൾ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് അറിയിക്കുക. അപ്പം എന്തായാലും ഞാൻ ചെയ്യുന്നതാണ്. അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ഡിയേഴ്സ്.